ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്നെത്തിയ യുവതി ശുചിമുറിയിൽ പ്രസവിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പ്രസവത്തിന് പിന്നാലെ യുവതി കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു. കരച്ചിൽ കേട്ടെത്തിയ ആശുപത്രി ജീവനക്കാരാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. അമ്മയെയും കുഞ്ഞിനെയും വിദഗ്ധ ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പീരിയഡ്സിന്റെ പെയിൻ എന്നുള്ള രീതിയിൽ ബാക്ക് പെയിൻ ആയിട്ടായിരുന്നു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നത്. 9 മണിയൊക്കെ ആയ സമയത്തായിരുന്നു വന്നിരുന്നത്. നമുക്ക് വയറ് കണ്ടപ്പോൾ ചെറിയൊരു സംശയം പോലെ ഉണ്ടായിരുന്നു. വയറ്റിൽ ചെറിയ കൊഴുപ്പടിഞ്ഞ പോലെ സംശയമുണ്ട്. ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പം അങ്ങനെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. നമ്മൾ ഒബ്സർവേഷൻ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് അതിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയത്. അപ്പം തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ട് രണ്ടുപേരെയും നമ്മൾ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു. ഷാജഹാൻ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. ഷാജഹാൻ, ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ ശുചിമുറിയിൽ വെച്ച് പ്രസവിക്കുകയായിരുന്നു. നിലവിൽ ആദ്യം അറിയേണ്ടത് ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്, എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര വയസ്സുണ്ട് ഈ പെൺകുട്ടിക്ക്? സിന്ദൂരി 3.5 കിലോ ഭാരമാണ് ഈ കുഞ്ഞിനുള്ളത്. പെൺകുട്ടിയാണ്. അവരിപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്നാണ് ഡോക്ടർ പറയുന്നത്. ജനലിലൂടെ താഴേക്കിട്ടപ്പോൾ തലഭാഗം ഇടിച്ചതാണോ, തലയുടെ പിൻഭാഗത്തൊരു ചെറിയ മുഴ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് അൾട്രാ സ്കാൻ അടക്കമുള്ള തുടർ ചികിത്സാ നടപടികളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. എന്തായാലും വളരെ ആരോഗ്യവതിയായ കുട്ടിയാണ് എന്നാണ് ഡോക്ടർമാരുടെയും മറ്റും ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്മയുടെ നിലയും തൃപ്തികരമാണ്. അമ്മയുടെ മാതാപിതാക്കളും ഇവരോടൊപ്പം തന്നെ ഉണ്ട്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ യുവതി എത്തുന്നത്. അവിവാഹിതയാണ്. ഇവർക്ക് വയറിന് അതിശക്തമായ വേദന എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തിയത്. അതിനുശേഷം ഡോക്ടർമാർ പരിശോധിക്കുന്നതിനിടയിൽ ബാത്റൂമിൽ പോവുകയും അവിടെ വെച്ച് പ്രസവിക്കുകയും കുഞ്ഞിനെ പുറത്തേക്ക് കളയുകയുമായിരുന്നു. ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കുഞ്ഞിനെ പെട്ടെന്ന് കൊണ്ടുവരികയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രണ്ടുപേരെയും മാറ്റുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്തായാലും ഈ 19 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും അമ്മയും കുഞ്ഞും ഇപ്പോൾ ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. സിന്ദൂരി, വ്യക്തമാണ് വിവരങ്ങൾ.